ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിടിലം ഇൻഫർമേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അതായത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ബാങ്കിൽ വരുന്ന, നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ ഓൺലൈൻ നമ്മുടെ വെബ്സൈറ്റ് വഴി വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, ഇവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അറിയാവുന്നവർ തീർച്ചയായിട്ടും ഇത് കാണേണ്ട കാര്യമില്ല. അപ്പം ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പല ബാങ്കിലും ലോൺ അപ്ലൈ ചെയ്ത് റിജക്ഷൻ ആകും. ലോൺ ആയിക്കോട്ടെ, മീൻസ് പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, കാർ ലോൺ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അത് ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു 50% ആണ്. ചില സമയങ്ങളിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ റിജക്റ്റ് ആകും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് ഈ ലോൺ റിജക്റ്റ് ആകുന്നത് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാരണം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പല ബാങ്കും പല എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചാണ് ലോൺ ചെയ്യുന്നത്. ചില ബാങ്കിൻ്റെ സാലറി നോക്കും, ചിലർ ബാങ്കിങ് നോക്കും, ചില ആൾക്കാർ -1 സിബിലാണോ എന്ന് നോക്കും, ചില ആൾക്കാർ സിബിൽ ഏറ്റവും കുറഞ്ഞാൽ തന്നെ അവർ ലോൺ ചെയ്യും. അത് നിങ്ങൾ ഓരോരുത്തരും അനുഭവസ്ഥരുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോൺ കിട്ടിയത്, അല്ലെങ്കിൽ കൂടിയ സിബിലുള്ളവർക്ക് എന്തുകൊണ്ട് ലോൺ കിട്ടുന്നില്ല? അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അത് ബാങ്കിൽ നിക്ഷിപ്തമാണ്. അതായത് ഓരോ ബാങ്കിൻ്റെയും എലിജിബിലിറ്റി ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ HDFCയിൽ കൊടുക്കുന്ന ആ ഒരു ഫയൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അവിടെ അപ്രൂവൽ ആകില്ല. നേരെ തിരിച്ച് നിങ്ങളത് ICICIയിൽ കൊടുക്കുമ്പോൾ അവിടെ അപ്രൂവൽ ആകും. എന്നാൽ HDFCയിലും ICICIയിലും അപ്രൂവൽ ആകുന്ന ഫയൽ SBIയിൽ അപ്രൂവൽ ആകില്ല. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഫിനാൻസിൽ, ആക്സിസ് ബാങ്കിൽ അപ്രൂവൽ ആകും. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഓരോ ബാങ്കും അവരെ എലിജിബിലിറ്റി പല തരത്തിലുള്ളതാണ്. പൊതുവേ പറഞ്ഞാൽ ഓരോ ബാങ്കിലും ഒരു ക്രെഡിറ്റ് മാനേജറുണ്ട്. ഈ ക്രെഡിറ്റ് മാനേജറാണ് നമ്മുടെ ഫയലുകളെല്ലാം ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഫോം ഫില്ല് ചെയ്യുക, അത് അടുത്ത ലെവലിൽ പോവും, പിന്നെ ക്രെഡിറ്റ് മാനേജറുടെ കയ്യിൽ പോവും. ഈ ക്രെഡിറ്റ് മാനേജറാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറും മറ്റു കാര്യങ്ങളുമെല്ലാം നോക്കി ഇദ്ദേഹത്തിന് ലോൺ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം പോട്ടെ. ഇനി നമ്മൾ പല ബാങ്കിൽ പല തവണയായിട്ട് നിങ്ങളുടെ ഫയൽ കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഡ്രാസ്റ്റിക്കലി ഇമ്പാക്റ്റ് ചെയ്യും. കാരണം ഒരു ബാങ്ക് നോർമലി ഒരു 4 എൻക്വയറിക്ക് ഒരു മാസം വരികയാണെങ്കിൽ ആ ലോൺ അല്ലെങ്കിൽ ആ ഒരു ഫയൽ ചെയ്യില്ല. കാരണം ഈ 4 എൻക്വയറി എന്തുകൊണ്ട് വന്നു, ഇദ്ദേഹത്തിന് മറ്റെവിടെയും ലോൺ കിട്ടിയില്ല, അപ്പോൾ 5ാമത് ഇവിടെ എന്തുകൊണ്ട് വന്നു എന്ന രീതിയിൽ അവരൊരു ഇഷ്യൂ ഉണ്ടാക്കും. അത് ലോൺ റിജക്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ലോൺ എൻക്വയറി വരാതെ സോഫ്റ്റ് എൻക്വയറി വെച്ച് നമുക്ക് എങ്ങനെ ലോൺ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഒരു ഫിനാൻഷ്യൽ ഓപ്ഷനാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഗാലക്സി ഓഫ് ആപ്പാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല വെറൈറ്റിയിലുള്ള NBFC ഉണ്ട്, ബാങ്ക് ഉണ്ട്. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം, യൂസ്ഡ് കാർ ലോൺ ക്രെഡിറ്റ് കാർഡ് എടുക്കാം, പേഴ്സണൽ ലോൺ എടുക്കാം, ബാങ്കിങ് മീൻസ് സേവിങ്സ് അക്കൗണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫെസിലിറ്റിയും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ചെല്ലാൻ വെഹിക്കിൾ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. പിന്നെ താഴോട്ട് വരുമ്പോൾ അപ്ലൈ ഫോർ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് കാണാം. ഇവിടെ ക്രെഡിറ്റ് കാർഡ് HSBCD ഉണ്ട്, പോപ്പ്, IDFC, എഡ്ജ്, ആക്സിസ് ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് കാണാം. അത് താല്പര്യമുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ താഴെ ഡിമാൻഡ് അക്കൗണ്ട് കാണാം. പിന്നെ പേഴ്സണൽ ലോൺ, നമ്മുടെ കോർ പ്രോഡക്റ്റ് പേഴ്സണൽ ലോണാണ്. അപ്പോൾ ഇവിടെ പൂനെ വാലയുണ്ട്, ലെൻഡിങ് പ്ലേറ്റ് ഉണ്ട്, പ്രിഫർ ഉണ്ട്, ക്രെഡിറ്റ് ബി ഉണ്ട്, യൂണിറ്റി ഫിനാൻസ് ഉണ്ട്, മണി വ്യൂ, അങ്ങനെ പല വെറൈറ്റിയിലുള്ള ഫിനാൻസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഫിനാൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ ചോദിക്കും. അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് OTP കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് OTP വന്നു. OTP വരുമ്പോൾ നമ്മൾ മുമ്പ് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. എന്നിട്ട് അതെല്ലാം നിങ്ങൾ കറക്റ്റ് കൊടുക്കണം. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, എന്നിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്യുക.
ഇവിടെയും കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ്, ജെൻഡർ, കറണ്ട് അഡ്രസ്സ്, അതുപോലെ തന്നെ കറണ്ട് അഡ്രസ് പിൻ കോഡ്, സിറ്റി, സ്റ്റേറ്റ്, പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, മോഡ് ഓഫ് സാലറി റിസീവ്ഡ്. ഇവിടെ നമ്മൾ എന്ത് കൊടുത്താലും, നിങ്ങളിപ്പോൾ സെൽഫ് എംപ്ലോയി ആണെങ്കിൽ പോലും, ഇത് ഞാൻ പല വീഡിയോസിലും പറയുന്നതാണ്, നിങ്ങൾ സെൽഫ് എംപ്ലോയി കൊടുക്കരുത്, സാലറി തന്നെ കൊടുക്കുക. ഓക്കെ. പിന്നെ മോഡ് ഓഫ് സാലറി, നിങ്ങൾക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്, പൈസ ക്രെഡിറ്റ് ആവുന്നത് ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക, ക്യാഷോ ചെക്കോ അതേഴ്സ് ഒന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ആ ഒരു NBFC പോലും റിജക്റ്റ് ചെയ്ത് കളയും. പിന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇവിടെ വേണ്ടത്, ലോൺ ടെന്യൂരിറ്റി എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം വരെ വേണം, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഗെറ്റ് ലോൺ ഓഫേഴ്സ് കൊടുക്കാം. ഓക്കെ. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെക്ക് ഇൻഫർമേഷൻ, ഇവാലുവേറ്റ് ക്രെഡിറ്റ് സ്കോർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത ഫിനാൻഷ്യൽ നമുക്ക് എന്താ പറയുന്നത് ഇവിടെ ഓപ്ഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സ്മാർട്ട് കോയിൻ, ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത സ്മാർട്ട് കോയിൻ ഒലിവാണ്. അപ്പോൾ ആ ഒലിവിൽ എനിക്ക് എലിജിബിലിറ്റി എനിക്ക് കാണിക്കുന്നത് റിജക്ഷൻ ആണ്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ നമുക്ക് ഇപ്പം മറ്റ് ബാങ്ക് ആണെങ്കിൽ നിങ്ങളൊരു ബാങ്കിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ അത് റിജക്ഷൻ ആണെങ്കിൽ അവിടെ നിന്ന് നേരെ അത് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നേരെ വീണ്ടും പുതിയ ആധാർ കാർഡും പാൻ കാർഡും എടുത്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അടുത്ത ബാങ്കിൽ പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു സിബിലിനെ ബാധിക്കും. അപ്പം നമുക്ക് നേരെ താഴെ ഇൻഗ്രഡ് ഫിനാൻസ് ഉണ്ട്, അഭി ലോൺസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, റാം ഫിൻകോർപ്പൊക്കെ നല്ല അപ്രൂവൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഈ ഒരു ഫയൽ കയറണമെങ്കിൽ ഇവിടെ ഓഫർ ഡീറ്റെയിൽസ് കാണാം. പ്രോസസിംഗ് ഫീസ് എത്ര, ലോൺ പ്രോസസിംഗ് ഫീസ്, അതുപോലെ തന്നെ എത്ര ടെന്യൂരിറ്റി കിട്ടും, അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണും. ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണും. അതെല്ലാം നിങ്ങൾക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്ക് കൊടുത്താൽ മതി. കാരണം നേരത്തെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വീണ്ടും അവരിങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ എലിജിബിലിറ്റി അവിടെ കാണിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് 10 ഫിനാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഇതിൽ ഒറ്റ തവണ മാത്രം നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഇതാ എൻ്റെ പ്രൊഫൈൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ മാച്ച് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി നിങ്ങൾ അറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ പാൻ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പം ഇത് ഇൻഡസ്ഇൻഡ് ബാങ്കും റിജക്ഷൻ ആണെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു വന്നിട്ട് വേറെ ഏതെങ്കിലും ഫിനാൻസ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് റിജക്ഷൻ ആണെങ്കിൽ നമുക്ക് റാം ഫിൻകോർപ്പിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ നമ്മൾ ഡീറ്റെയിൽസ് ഇങ്ങനെ ആക്സസ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആ ഒരു ഓഫർ എലിജിബിലിറ്റി ലഭിക്കും. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ റാം ഫിൻകോർപ്പിൽ മാച്ചസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഇൻട്രസ്റ്റ്, പ്രോസസിംഗ് ഫീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ ഒരു ലിങ്കിൽ അല്ലെങ്കിൽ ആപ്പിൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക. റാം ഫിൻകോർപ്പ് സാലറി ഇല്ലാത്തവർക്ക് ലോൺ കൊടുക്കുമെങ്കിലും പൊതുവേ നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു NBFC ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചെടുക്കുക. ഓക്കെ. ബാക്കി ഈസിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മുടെ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിന്, ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനും ഓൺലൈനിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് ആഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഓരോരുത്തരും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, ഇത് കണ്ടവർക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ട ഫിനാൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഇതിലില്ലാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കാത്തതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം സിബിൽ 600 ഉണ്ടെങ്കിലും കിട്ടും. ഇതിലിപ്പോൾ മണിവ്യൂ ഞാൻ കാണിച്ചു, മണിവ്യൂലൊക്കെ വെറും 600 സിബിൽ സ്കോർ മതി. സാലറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടാത്ത ഒരുപാട് NBFC ഇതിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 26, 27 ബാങ്ക് ഉണ്ട്, NBFC ഉണ്ട്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇത് അവൈലബിൾ ആണ്. പിന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, നീഡ് ഫ്രീ ഇൻഷുറൻസ് അഡ്വൈസ്, ഗെറ്റ് ഇൻ ടച്ച്. ദയവ് ചെയ്ത് ഇതിലാരും ഫില്ല് ചെയ്യരുത്. കാരണം അവർ നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇത് ഇൻഷുറൻസിന് വേണ്ടിയുള്ളതാണ്. ഞാൻ മുമ്പ് ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഒരു 100-150 പേര്. അപ്പോൾ അത് ഒരിക്കലും ഫില്ല് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഡെയിലി കോൾ വന്നുകൊണ്ടേയിരിക്കും. ഈ കാണുന്ന പേഴ്സണൽ ലോൺ മറ്റ് കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ എന്താ പറയുന്ന ആവശ്യം വരുന്നത്. ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ അത് നോക്കാം. ഇനി സേവിങ്സ് അക്കൗണ്ട് വേണ്ടവർ ഇത് നോക്കാം. പിന്നെ ഡിമാൻഡ് അക്കൗണ്ടും നമ്മൾ അധികം നോക്കാറില്ല, ഇൻവെസ്റ്റ്മെൻറ്റും അധികം നോക്കാറില്ല. ക്രെഡിറ്റ് ലൈനും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലൈനും നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.